നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആദിശൂലം, ആദിഷൽക്കം, മധ്യശൂലം, മധ്യഷൽക്കം, അന്ത്യശൂലം, അന്ത്യഷൽക്കം ഇങ്ങനെ 27 നക്ഷത്രങ്ങൾക്ക് പ്രത്യേക ഫലങ്ങൾ പറയുന്നുണ്ട്. 6-18 നാളുകാർക്ക് ധനോധാന്യം, അഭിവൃദ്ധിയും ഐശ്വര്യവും പുരോഗതി, കാര്യലാഭങ്ങൾ, അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. എന്നാൽ ആദിശൂലവും മധ്യശൂലവും അന്ത്യശൂലത്തിൽ പെടുന്ന നാളുകാർക്ക് അപകടവും കടവും കള്ളക്കേസും അപവാദവും ഒക്കെ ഉണ്ടാവും. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. വിഷുവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി രാവിലെ 9:32 മേടവിഷു ആരംഭിക്കുന്നത്. സാധാരണ കാഴ്ചയും കൈനീട്ടമൊക്കെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് ശേഷം വെളുക്കുന്ന സൂര്യ ഉദയം വരെയാണ് കൂടുതലും പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ വർഷത്തെ വിഷു മേടം 1-നാണോ 2-നാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് സൂര്യ ഉദയം ഗണിതപ്രകാരേണ നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് മേടമാസം 1 എന്ന് പറയുന്നത് 14-ാം തീയതി തന്നെയാണ്. കാരണം നമ്മുടെ ഗ്രഹഗണിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പകലിൻ്റെ 5/3 ഭാഗം നമുക്ക് സൂര്യസംക്രമം, നക്ഷത്രം, തിഥി ഇതൊക്കെ വന്ന അന്നത്തെ ദിവസമാണ് അന്ന് ആ നാളും ആചാരങ്ങളും ഒക്കെ നടത്തേണ്ടുന്നതെന്നാണ്. അപ്പം അന്ന് ഈ പകലെന്ന് പറയുന്നത് 30 നാഴികയാണ് പകൽ, അല്ലെങ്കിൽ 12 മണിക്കൂർ. രാത്രിയും 30 നാഴിക ഉണ്ട്. അങ്ങനെ 60 നാഴികയാണ് ഒരു ദിവസം. അപ്പം ഇന്ന് സൂര്യൻ ഉദിച്ച് നാളെ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഭാരതീയ ദർശന നിയമപ്രകാരം ഒരു ദിവസം. ചിലർ രാത്രി 12 മണി കഴിയുമ്പോൾ അയ്യോ എൻ്റെ കൊച്ചു ജനിച്ചത് വേറെ വാരമല്ലേ, അതെങ്ങനെ ആണെന്നൊക്കെ തോന്നിപ്പോകും നമുക്ക്. അപ്പോൾ ഇന്ന് സൂര്യ ഉദിച്ച് നാളെ സൂര്യൻ ഉദയത്തിന് മുമ്പ് വരെ നമ്മളെ ഭാരതീയ രീതി പ്രകാരേണ ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമുക്ക് പിറ്റേ ദിവസം സൂര്യ ഉദയത്തിന് മുമ്പേ വരെ വിഷുവൊക്കെ ഉള്ളത് കൊണ്ട് 2-ാം തീയതി ആയിരിക്കും മിക്ക ആൾക്കാരും വിഷു ദർശനങ്ങളും കൈനീട്ടങ്ങളും നടത്തുന്നത്. അതിൽ തെറ്റില്ല. പക്ഷേ ഗണിതാചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരേണ പകലിൻ്റെ 30 നാഴികയെ 5ആയിട്ട് വായിക്കും. ദിനം കൊണ്ടഞ്ച് കൂറിട്ടാൽ പ്രാധാന്യം, പൂർവാന്യം, അപരാഹ്നം, സായാഹ്നം, അങ്ങനെ ദിനം കൊണ്ടഞ്ച് കൂറിട്ട പ്രാധാന്യം, പൂർവാന്യം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം ഇവ 5 അങ്ങനെ പ്രാധാന്യം, പൂർവാന്യം, മധ്യാഹ്നം ഇങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ അപരാഹ്നം, സായാഹ്നം ഇങ്ങനെ 5 എണ്ണത്തിന് നമ്മൾ കണക്കാക്കുമ്പോൾ മധ്യാഹ്നത്തിന് മുമ്പേ എന്ന് പറയും. അപ്പം 30 നാഴികയെ നമ്മൾ 5ആയിട്ട് വായിക്കുമ്പോൾ 6, 5, 30. അപ്പോൾ 6 നാഴിക വീതം വരും. അങ്ങനെ 5ൻ്റെ 3 ഭാഗം, അതാണ് 6, 18 എന്ന് പറയുന്ന 18 നാഴിക. 2.5 നാഴികയാണ് 1 മണിക്കൂർ. അങ്ങനെ നോക്കുമ്പോൾ 7 മണിക്കൂറും 12 മിനിറ്റുമാണ് 18 നാഴിക എന്ന് പറയും. അപ്പോൾ നമുക്ക് അതുവരെ സംക്രമം വന്ന 1-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മളെ 1-ാം തീയതി തർക്കം വേണ്ട, 1-ാം തീയതി അന്ന് തന്നെയാണ്. പക്ഷെ വിഷുവിൻ്റെ കണിയുടെ തർക്കമാണ് ചില ജ്യോതിഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ക്ഷേത്ര ദർശനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഉയർന്നു വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 2-ാം തീയതി രാവിലെ സൂര്യ ഉദയത്തിന് മുമ്പ് കാഴ്ച കൈനീട്ടമൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് തെറ്റില്ല. 1-ാം തീയതി ചെയ്യുന്നതിനും തെറ്റില്ല. പക്ഷെ അത് ഈ 9:32 ശേഷം എന്ന് മാത്രമാണ്. അപ്പോൾ ഈ വിഷു എന്ന് പറയുന്നത് നമ്മളെ ഭഗവാൻ പ്രകൃതിക്ക് ദാനം ചെയ്തിരിക്കുന്ന എല്ലാ കാർഷിക വിളകളുടെയും ഒരു കാഴ്ച ദർശനമാണ് ഈ വിഷു കണി എന്ന് പറയുന്നത്. അത് ഈ ചക്ക, മാങ്ങ, തേങ്ങ, പഴവർഗ്ഗങ്ങൾ, എല്ലാ വിഭവങ്ങളും
കണിക്കൊന്ന പൂത്ത പൂവും അതേപോലുള്ള സ്വർണം വെള്ളി നാണയങ്ങൾ അതേപോലുള്ളതായ ലോഹനിർമ്മിതമായ ആ ഉപകരണങ്ങൾ സാധനങ്ങൾ നമുക്ക് ഭഗവാൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നിട്ടുള്ള എല്ലാ ആഹാര വസ്തുക്കളും അല്ല അരി നെല്ല് ഗോതമ്പ് ഇതെല്ലാം അതിനകത്ത് വയ്ക്കും. നമ്മളെ നാട്ടിൽ നെല്ലുള്ളതുകൊണ്ട് നിറ നാഴിയൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ നിറപ്പാറയൊക്കെ വയ്ക്കും. ഭഗവാന്റെ മുമ്പ് ആരാ? ശ്രീകൃഷ്ണന്റെ മുമ്പ്. ശ്രീകൃഷ്ണനാണല്ലോ ഏറ്റവും വലിയ കർഷകൻ. കാരണം പശുവിനെ മേച്ചും ഗോക്കളെ മേച്ചും ഒക്കെ ഇങ്ങനെ കൃഷികളുമായിട്ടും പാടങ്ങളായിട്ടും മൃഗങ്ങളുമായിട്ടും ഗോപാലകൃഷ്ണൻ ഗോവിനെ പാലിക്കുന്ന കൃഷ്ണനായിട്ടും ഒക്കെ അവതരിക്കുന്നതുകൊണ്ട് കൃഷ്ണന്റെ മുമ്പേ ഇതൊക്കെ കാഴ്ച വയ്ക്കുന്നു. ഈ പറയുന്ന ദശാവതാര മൂർത്തിയിലും ഏറ്റവും കൂടുതൽ വശമാക്കാൻ പറ്റുന്ന ആളാണ് കൃഷ്ണൻ. വിഷ്ണു അങ്ങനെ പെട്ടെന്ന് സ്നേഹവും സന്തോഷവും ഒന്നും കാണിക്കൂലെന്നാണ് നമ്മുടെ മാന്ത്രികന്മാർ പറയുന്നത്. കാരണം ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണോ വാരിക്കോരി തരും. വിഷ്ണു പെട്ടെന്ന് പ്രസാദിക്കില്ല. വിഷ്ണു കൊച്ചു പിള്ളേരെ കൊണ്ട് കാര്യം സാധിക്കുന്നത് പോലെ നമുക്ക് കൃഷ്ണനെ കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ബാലകൃഷ്ണനായിരുന്നാലും ഗോപാലകൃഷ്ണനായിരുന്നാലും പെട്ടെന്ന് വശം വന്നു നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു ഭാവമാണ്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ്റെ മുമ്പ് ഇതെല്ലാം കണിവെച്ച് നമ്മളെ കാർഷിക വിഭവങ്ങളും കർഷകന്മാരും അവർ ചെയ്യുന്ന അധ്വാനങ്ങളുടെ നേട്ടങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രകൃതിയുടെ വരദാനങ്ങളും ഒക്കെ സ്മരിച്ചു കൊണ്ട് ചെയ്യുന്ന കാർഷിക വിഭവങ്ങളുടെയും അതേപോലെ കർഷകൻ്റെയും ഒക്കെ അധ്വാനത്തെയും ആ പ്രകൃതി നമുക്ക് കനിഞ്ഞ് അരുളിയിട്ടുള്ള ധാന്യങ്ങളുടെയും ഒക്കെ കാഴ്ചകളും അതിൻ്റെ മഹത്വങ്ങളും അതുണ്ടാകുന്ന രീതികളും കർഷകന്മാരെ എത്ര സ്തുതിച്ചാലും നമുക്ക് അത് മതി വരൂല. കാരണം നമ്മളൊക്കെ ഇപ്പോൾ കേരളത്തിലുള്ളവർ കൃഷി വളരെ കുറവാണ്. വെളി സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാർഷിക വിഭവങ്ങളാണ് മലക്കറി ആയിരുന്നാലും ഇലക്കറി ആയിരുന്നാലും എല്ലാം നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭഗവാനത് കാണിക്കേണ്ട ഇങ്ങനെയുള്ള സമ്പൽ സമൃദ്ധി പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയണം, ഒരു ചക്കയും മാങ്ങ തേങ്ങ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്താലേ പറ്റും. നിങ്ങൾ ഈ വിഷുവിൻ്റെ കാലം മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഫലവൃക്ഷം നട്ടാൽ വളരെ നല്ലതായിരിക്കും. ദശപുത്ര സമോ വൃഷ എന്നാണ് പറയണത്. 10 പുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷമെന്നാണ് നമ്മളെ വേദങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 മക്കളുടെ ഫലം മാത്രമല്ല ജീവജന്തുക്കൾക്കും അത് കഴിക്കാനും അവരുടെ ജീവൻ നിലർത്താനും മനുഷ്യൻ്റെ മാത്രം നന്മയ്ക്ക് വേണ്ടിയല്ല ഇത്. പ്രകൃതിയിലുള്ള കിളികളും പക്ഷികൾക്കും മൃഗാദികൾക്കും ഒക്കെ ഇതൊരു ധാന്യങ്ങളായിരുന്നാലും പല വസ്തുക്കളായിരുന്നാലും അവർക്കും കൂടി ഇത് ഉപകരിക്കപ്പെടേണ്ടുന്നതാണ്. ഒരു മരം നമുക്ക് നടാം, ഒരു മാവ പ്ലാവ എന്തെങ്കിലും തെങ്ങ എന്തെങ്കിലും ഒന്ന് നടണം. ഇതൊക്കെ കാർഷിക വിഭവങ്ങൾ നമ്മളെ കൊണ്ട് എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു മരമെങ്കിലും നട്ടാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ വിഷുവിൽ നമ്മൾ വിഷു ഫലത്തെക്കുറിച്ച് ഒരുപാട് ഫലം ഞാൻ എല്ലാ നാളിനും പ്രത്യേകം ഇട്ടിട്ടുണ്ട്. അത് സംക്രമ പുണ്യകാലം നിമിത്തമുള്ള ഗ്രഹസ്ഥിതികൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ഈ സംക്രമ നക്ഷത്രപ്പെടുത്തി സംക്രമിക്കുന്ന നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആദിശൂലം ആദിശൽക്കം മധ്യശൂലം മധ്യശൽക്കം അന്ത്യശൂലം അന്ത്യശൽക്കം ഇങ്ങനെ 27 നക്ഷത്രങ്ങൾക്കും പ്രത്യേക ഫലങ്ങൾ പറയുന്നുണ്ട്. അത് രാശിയെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചുമല്ല, ഈ സംക്രമ പുണ്യ കാലത്തുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അത് കേട്ട് നിങ്ങൾ ആ പറഞ്ഞ ഫലം തെറ്റ് ഈ പറഞ്ഞ ഫലം തെറ്റ് എന്തെങ്കിലുമൊക്കെ പറയാൻ കൊള്ളാമോ എന്ന് ചിലപ്പോൾ എന്നോട് ചോദിച്ചെന്നിരിക്കും. എങ്കിലും ഉള്ള കാര്യം നിങ്ങളോട് സത്യാവസ്ഥ പറയേണ്ടുന്നത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് പറയണ നാളും തിരിയും കരണവും വേറെ. ഇത് സംക്രമ പുണ്യകാലത്തുള്ള നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ നമുക്ക് ചതയം നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ മേട വിഷു ആരംഭിക്കുന്നത്. അപ്പോൾ ചതയത്തിന് തൊട്ട് മുമ്പുള്ള നാള് അവിട്ടം ചതയം പൂരുരുട്ടാതി ഈ നാളുകാർക്ക് ആദിശൂലം എന്ന് പറയും. ഇവർക്ക്
വീഴ്ച, ഒടിവ്, അപകടം, കടം, ശത്രുക്കൾ, പേരുദോഷം, പീഡനക്കേസ്, ചെയ്യാത്ത ജോലിയിലും പ്രവൃത്തിയിലും ഒക്കെ പേരുദോഷങ്ങൾ, അപഖ്യാതികൾ, കുടുംബകലഹങ്ങൾ, ശസ്ത്രക്രിയ, ഇതൊക്കെ വേണ്ടി വരുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ളതാണ്. ഇത് പറഞ്ഞ് കേട്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും. നിങ്ങൾ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് എത്ര വലിയ ദോഷമുണ്ടെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ഞാൻ പല തരത്തിലും പറയണ കാര്യം എന്തെന്നറിയാം. ദോഷമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെങ്കിലും പ്രാർത്ഥിക്കുകയെ ശ്രദ്ധിക്കുകയെ അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് കുഴപ്പമുള്ളവർക്കും കുഴപ്പം ബാധകമല്ല, നിങ്ങൾ വിചാരിച്ച ദോഷം തീരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷുവിൻ്റെ ആദിശൂലം വരുന്നത് കൊണ്ട് നമുക്ക് വിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആദിശൂലമാണ്. അതുകൊണ്ട് നമുക്ക് തൊഴും. അടുത്തത് നമുക്ക് ഈ ഔട്ടം ചതയം പൂരിട്ടാതി കഴിഞ്ഞാൽ ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, ഈ 6 നാളുകാർക്ക് ആദിഷഡ്കം എന്ന് പറയും. അവർക്ക് ധനധാന്യാഭിവൃദ്ധികൾ, വിദ്യാ ഉദ്യോഗ നേട്ടങ്ങൾ, സന്താന സൗഭാഗ്യങ്ങൾ, സ്ഥാനമാന അംഗീകാരങ്ങൾ, കൃഷി, നാൽക്കാലി, വ്യാപാര പ്രവൃത്തി ഗുണങ്ങൾ. കൃഷിയും നാൽക്കാലിയും വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് കൊള്ളാം, അതും നമുക്ക് സമയമുണ്ടെങ്കിൽ അതും ചെയ്തു. നാൽക്കാലിയും വ്യാപാരവും എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ബിസിനസ്സുകാരല്ലെങ്കിലും നിങ്ങൾക്ക് ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട് ഇതിലൊക്കെ പൈസ കിട്ടാനും നമുക്ക് ഏതെങ്കിലും വസ്തുക്കൾ വിറ്റിട്ട് വേറെ ചില വസ്തുക്കൾ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആ വക കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത്തിരി ഗുണം കിട്ടുന്നതാണ് രോഹിണി വരെയുള്ള നാളുകാർക്ക്. അടുത്തത് മകയിരം, തിരുവാതിര, പുണർന്നം, ഈ നാളുകാർക്ക് മധ്യശൂലം എന്ന് പറയും. മധ്യശൂലക്കാർക്കും ഈ പറയുന്ന വീഴ്ച, ഒടിവ്, അപകടം, മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഉപദ്രവം ഉണ്ടാവുന്നതാണ്. പക്ഷി വീട്ടിൽ നമ്മളൊരു കിളിയെ വളർത്തണമെങ്കിൽ അത് ചിലപ്പോൾ കൊത്തിത്തരും. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില ജന്തുക്കൾ നമ്മൾ ആക്രമിക്കും. മൃഗങ്ങൾ, പട്ടിയും പൂച്ചയും കോഴിയും ആടും മാടും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ റോട്ടിൽ പോകുമ്പോൾ തന്നെ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ റോട്ടിലെ സൈഡിൽ എവിടെയെങ്കിലും, ഗ്രാമപ്രദേശമാണെങ്കിൽ പശുവിനെ ആറ്റിനെയൊക്കെ കെട്ടിയിരിക്കും. അവറ്റങ്ങളെ മണ്ടയിൽ കൂടെ പോകുമ്പോൾ അവറ്റങ്ങൾ ഇടിച്ച് തള്ളിയിടാനും, പിന്നെ കുരങ്ങനും പന്നിയൊക്കെ ധാരാളമുണ്ട്. രാത്രി പോകുമ്പോൾ അമ്മമാരെടുത്ത് കുറുക്കെ ചാടാനും അപകടങ്ങൾ സംഭവിക്കാനും കടങ്ങൾ ഉള്ളത് വരാനും വർദ്ധിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് രോഗവും ശത്രുക്കളും കടങ്ങളും അപകടങ്ങളും കുടുംബ വിഷയങ്ങളിൽ ശത്രുതയും ഒക്കെ ഉണ്ടാകുന്നതും പേരുദോഷം, അപവാദമൊക്കെ കേൾക്കണ സമയമാണ് നമുക്ക് ഉള്ളത്. മകയിരം, തിരുവാതിര, പുണർന്നം, ഈ നാളുകാർക്കാണ് മധ്യശൂലം എന്ന് പറയുന്ന ദോഷമുള്ളത്. അവർക്കാണ് വളരെയധികം വീഴ്ചയും ഒടിവും അപകടവും കടവും ശത്രുക്കളൊക്കെ ഉള്ളത്. അടുത്തത് നമുക്ക് പൂയം, ആയില്യം, മാഘം, പൂരം, ഉത്രം, അത്തം വരെയുള്ള 6 നാളുകാർക്ക് മധ്യഷഡ്കം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് കാര്യവിജയം, ധനലാഭങ്ങൾ, മത്സരങ്ങളിലും പരീക്ഷകളിലും കാര്യമായ വിജയ നേട്ടങ്ങൾ, വ്യാപാരങ്ങൾ, പ്രവൃത്തി ഗുണങ്ങൾ, വിദേശയാത്രാ ഗുണങ്ങൾ, അഭിവൃദ്ധി, അഭിമാനം, തേജസ്, അംഗീകാരം, രാജസമ്മാനങ്ങളും അവാർഡുകളൊക്കെ കിട്ടാനുള്ള യോഗം, ശത്രുക്കളെ പോലെ ഇരുന്നവരൊക്കെ മിത്രങ്ങളായിട്ട് വരാനും കാര്യലാഭങ്ങൾ ഉണ്ടാകാനും, വീട്, വസ്തു, കെട്ടിടം, അഭിവൃദ്ധി, വസ്തുവും കെട്ടിടവും വാഹനവും അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ കിട്ടാനുള്ള യോഗം ഉണ്ട്. ചിത്തിര, ചോതി, വിശാഖം, ഈ 3 നക്ഷത്രങ്ങൾ അന്ത്യശൂലത്തിൽ പെടുന്നതാണ്. അവർക്കും കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കാര്യതടസ്സങ്ങളും ബന്ധുക്കളുടെ വിരോധങ്ങളും അധികാരികളുടെ പീഡനങ്ങളും ഉപദ്രവങ്ങളും സാമ്പത്തിക കുരുക്കുകളിൽ പെട്ടുപോകാനുള്ള യോഗം, ചിട്ടിയും പാട്ടവും വ്യാപാരവും പ്രവർത്തന രംഗങ്ങളിലൊക്കെ നമുക്ക് ഉയർച്ച കൊണ്ട് നേട്ടം ഉണ്ടെങ്കിൽ പോലും കുരുക്കുകളുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുകയും വാഹനങ്ങൾ ഓട്ടിക്കുന്നതും സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ സൂക്ഷിക്കണം. ശത്രുക്കൾ മാത്രമല്ല, ചെറിയ ചെറിയ അസുഖങ്ങൾ, നമുക്ക് വലിയ രോഗമാണെന്ന് തോന്നുന്ന സമയങ്ങളിൽ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന സമയമൊക്കെയാണ് ചിത്തിര, ചോതി, വിശാഖം. അത് കഴിഞ്ഞ് അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം വരെയുള്ള 6 നാളുകാർക്ക് അന്ത്യഷഡ്കം എന്ന് പറയും. അവർക്കും ധനലാഭങ്ങൾ, ഗ്രഹലാഭങ്ങൾ, വാഹനലാഭങ്ങൾ, ഐശ്വര്യങ്ങൾ, അഭിവൃദ്ധികൾ, പുരോഗതികളൊക്കെ. അങ്ങനെ
ആദിഷൽക്കം, മധ്യഷൽക്കം, അന്ത്യഷൽക്കം. ഈ 3 ഷൽക്കങ്ങളിൽ പെടുന്ന നാളുകാർക്ക് 6, 18 നാളുകാർക്ക് ധനവും ധാന്യവും അഭിവൃദ്ധിയും ഐശ്വര്യവും പുരോഗതി കാര്യലാഭങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. എന്നാൽ ആദിശൂലവും മധ്യശൂലവും അന്ത്യശൂലത്തിൽ പെടുന്ന നാളുകാർക്ക് അപകടവും കടവും കള്ളക്കേസും അപവാദവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രവി സംക്രമം കൊണ്ട് ചതയൻ നക്ഷത്രത്തിലുള്ള ആ മേടവിഷുവിൻ്റെ ആരംഭം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ ശിവനെ ഭജിക്കണം, വിഷ്ണുവിനെ ഭജിക്കണം, ദേവിയെ ഭജിക്കണം, അതേപോലെ കുടുംബദേവനെ ഭജിക്കണം, പത്മനാഭനെ ഭജിക്കണം, അങ്ങനെ വിഷ്ണുവിനെ ഭജിക്കണം. കാലഭൈരവനെയും ഭജിച്ചാൽ നിങ്ങളെ ഈ ഗ്രഹപ്പിഴകൾ എല്ലാം നമുക്ക് മാറി നല്ല ഐശ്വര്യം, അഭിവൃദ്ധി, പുരോഗതി ഇതൊക്കെ കിട്ടാനുള്ള യോഗങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന ഫലങ്ങൾ കേട്ട് വിഷമിക്കരുത്. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. മറ്റുള്ള ഫലങ്ങൾ, രാശിഫലങ്ങൾ, ഗ്രഹഫലങ്ങളൊക്കെ അനുകൂലമുള്ളവർക്ക് വളരെ നേട്ടങ്ങൾ തന്നെ കിട്ടും. ആ രാശി ഗ്രഹഫലങ്ങളുടെ ഗുണങ്ങൾ കുറഞ്ഞവർക്ക് ഇതിൽ ഗുണമുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.